അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് സജി ചെറിയാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്തോറും സർക്കാർ അവസാനം വഷളാവുകയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. മാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൃത്യമായി സമർപ്പിച്ചില്ലെങ്കിൽ കോടതി എന്താണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നീട്ടാൻ ശ്രമിച്ചാൽ ഏറ്റവും മോശമായൊരു സാഹചര്യത്തിൽ സജി ചെറിയാന് ക്യാബിനറ്റിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരും. അതുകൊണ്ട് നല്ല രീതിയിൽ രാജിവെക്കുന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തിന് നല്ലത്. ഈ കുന്തവും കുടച്ചക്കറും അദ്ദേഹത്തിനെയും കൊണ്ടേ പോകും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അത് പാർട്ടിയുടെ KPCCയും UDF ഒക്കെ ചേരുന്നുണ്ടല്ലോ. എന്തായാലും ഇലക്ഷൻ കാര്യങ്ങൾ വിലയിരുത്താൻ കൂടുമ്പോൾ ഈ കാര്യങ്ങൾ ആലോചിക്കും. അതെ, അതാ പറഞ്ഞത്. ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. സാമൂഹ്യ പെൻഷനാണ് സർക്കാർ ജീവനക്കാർ കൈപ്പറ്റുന്നത്. കോളേജ് പ്രൊഫസർമാർ, ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന, മാസം സ്ഥിരം ശമ്പളം വാങ്ങുന്നവർ, ഇതൊക്കെ ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്കല്ലേ സംസ്ഥാനം പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഗവൺമെൻറ് ജോലി? എന്താ ഇത് കണ്ടുപിടിക്കേണ്ടതാരാ? ഇത്രയും കാലമായിട്ട് ക്ഷേമ പെൻഷൻ 1500ഓളം സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോശം എടുക്കാം. ഗവൺമെൻറ്റല്ലേ ഉത്തരവാദിത്തം. അവരുടെ ലിസ്റ്റ് എന്തുകൊണ്ട് ഇത്രയും കാലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് അവരുടെ പേരുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല? ഇനിയിപ്പോൾ 1.5 കൊല്ലമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇവർ നീക്കം ചെയ്യുമോ? എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇത് വാങ്ങുന്നതെല്ലാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. സാധാരണ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അച്ഛൻ്റെ പേര് സഹിതം പുറത്തു വിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ പേര് വിവരങ്ങൾ പുറത്തു വിടുന്നില്ല. വിജിലൻസ് അന്വേഷണം വേണ്ടെന്നാണ്. അല്ല, അതാ പറയുന്നത്. ഒന്നിൻ്റെ അന്വേഷണം വേണ്ട, ആരും അന്വേഷിക്കണ്ട. ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങൾ കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോൾ നടപ്പാവില്ല. ഇതിൻ്റെയൊക്കെ ദോഷം എന്താ അറിയോ? സർക്കാരിനോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും 1.5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇതല്ലാണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കില്ല. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യമൊക്കെ ഗൗരവത്തിലാണ് കാണുക. പാവപ്പെട്ട ജനങ്ങൾക്ക് പോലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ആ നേരത്താണ് സർക്കാർ ജീവനക്കാർ ഇഷ്ടം പോലെ വാങ്ങുന്നത്. ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത്? ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ സംഭവം? താല്പര്യമില്ലാത്തൊരു ചോദ്യമാണ്. അതായത് കൂടുതൽ BJP നേതാക്കൾ ഈ ഓപ്പറേഷൻ കമലിന്റെ ഭാഗമായി കോൺഗ്രസിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അല്ല, കോൺഗ്രസിലേക്ക് വരേണ്ട ആർക്കും വരാം, ഒരു കുഴപ്പമില്ല. അതൊക്കെ അതാത് പ്രദേശത്തെ പാർട്ടി ഘടകങ്ങളാണ് അക്കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. ആർക്ക് വേണമെങ്കിലും കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് യോജിപ്പുള്ള ആർക്ക് വേണമെങ്കിലും വരാം. ഓപ്പറേഷൻ കമൽ അല്ലല്ലോ പേര്. ഓപ്പറേഷൻ കമലിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നല്ലേ, ഇത് ഇങ്ങോട്ട് വരികയല്ലേ. അപ്പോൾ ഓപ്പറേഷൻ അസ്ത എന്ന് പറയുന്നതാണ് ഇതിന് കുറേ കൂടെ കറക്റ്റ്. അല്ല, അത് നിങ്ങൾ തന്നെ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ. എങ്ങനെ ചില സംസ്ഥാന നേതാക്കളടക്കം ഇപ്പോഴത്തേക്ക് ചർച്ച നടത്തിയെന്ന് കേൾക്കുന്നു. ഏതായാലും ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രാദേശികമായിട്ട് അസംതൃപ്തരുമായിട്ട് പ്രാദേശിക ഘടകങ്ങളിൽ പലയിടത്തും ചർച്ച നടക്കുന്നുണ്ട്. അത് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ സംസ്ഥാന തലത്തിലൊന്നും ഒരു ചർച്ച ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതും ഭൂരിപക്ഷമായിട്ട് ബന്ധമൊന്നുമില്ല. ഭൂരിപക്ഷ സമുദായങ്ങൾ BJPയുടെ കൂടെയാണെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങളെങ്ങനെയാണ് ലീഡ് ചെയ്ത്? എങ്ങനെയാണ് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അല്ലേ? എങ്ങനെയാണ് അവിടെ ലീഡ് ചെയ്യാൻ കാരണം എന്താ? അപ്പം അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അല്ല, ന്യൂനപക്ഷങ്ങൾ മാത്രം UDFൻ്റെ കൂടെയും ഭൂരിപക്ഷം മുഴുവൻ BJPയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണക്കുണ്ടോ? കേരളത്തിൽ നടന്ന എല്ലാ ഇലക്ഷനും പരിശോധിച്ച് നോക്കുക, അങ്ങനെ ഒരു കണക്കില്ല. ഇപ്പം കേരളത്തിലെ ഈ ബൈ ഇലക്ഷനിലൊക്കെ ജയിച്ചത് UDFും LDFും അല്ലേ. ഇവിടെ എവിടെയാണ് BJP? അപ്പം അതുകൊണ്ട് ആ പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ അട്ടിപ്പേർ അവകാശമൊന്നും BJPക്ക് ഇല്ല. അക്കാര്യം ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്നൊരു നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. ആന എഴുന്നള്ളത്തടക്കം. കാരണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്
ഒരാന തേക്കുംകാട് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ആനേനെ പടിഞ്ഞാറേക്കോട്ടയിൽ നിർത്താനേ പറ്റും. അങ്ങനെ പൂരം നടക്കും. ഇത് ഞാൻ പറയും വർഷങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അല്ലാതെ വെറും ആനപ്രേമം മാത്രം. ആനേനെ കഷ്ടപ്പെടുത്തരുത്, തല്ലരുത്, അതൊക്കെ കറക്റ്റാണ് എന്ന് വിചാരിച്ചിട്ട് പൂരത്തിന് എഴുന്നള്ളിക്കരുത്, ആനയ്ക്ക് എയർ കണ്ടീഷൻ വേണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ? ആനയ്ക്ക് ഇപ്പം എന്താ പറയുക, ആനേനെ അധികം നടത്താത്തതുകൊണ്ടാണ് പല ആനകൾക്ക് അസുഖം വരുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ലോറിയിലൊന്നും കൊണ്ടുപോയില്ല, ആന നടത്തി കൊണ്ടുപോകുമ്പോൾ ആനയ്ക്ക് ആരോഗ്യത്തിന് നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും പല ഭാഗത്തും നടക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പരാതി വന്നിട്ടുള്ളത്. ആനകൾക്ക് പരാതിയില്ല, മറ്റു ചിലർക്കാണ് പരാതി. മറ്റു ചിലർക്കാണ് എന്ന് പറയുമ്പോൾ വേറെ വ്യാഖ്യാനം വേണ്ട.